ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ആലപ്പുഴ റിലയൻസ് ഉണ്ട്. അതെ, ആലപ്പുഴയിൽ ഒരേ ഒരു സൂപ്പർ മോൾ, ഐ മീൻ ഒരു മോളേ ഉള്ളൂ. അത് നമ്മുടെ ആലപ്പുഴ റിലയൻസ് മോളാണ്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ലോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറൊന്നുമല്ല ഇവിടെ റിലയൻസ് മോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇന്നെന്തായാലും നമ്മൾ തൽക്കാലം ഈവനിങ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഫേസ്റ്റ് ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഈവനിങ് ചെറിയ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ജസ്റ്റ് ഒരു സ്നാക്ക് രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ മെനു. സത്യം ലാഭം കേട്ടോ ഇവിടെ. നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴാണ്, പക്ഷേ സ്വിഗ്ഗിയിലാണെങ്കിൽ ഇവർ 125 rupees ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എവറി ടൈം. അതൊരു വലിയൊരു കാര്യമാണ് ആക്ച്വലി. ഇതിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിനേക്കാളും നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട്സ് ആണ് കേട്ടോ. ബക്കറ്റിനൊക്കെ കണ്ടോ 599 ഉള്ളൂ 6 പീസിന്. കമ്പയർഡ് ടു KFC ഇറ്റ്സ് മച്ച് ചീപ്പർ. നീ എത്ര ബർഗർ കഴിക്കും? ഒരു 5 എണ്ണം കഴിക്കുമോ? അപ്പോൾ ഒരു മെക്സിക്കൻ പിസ്സ, പിന്നെ ഒരു അതിൻ്റെ സ്മോൾ സൈസ് മതി എല്ലാം. പിന്നെ ഒരു സ്ലിപ്പ് ഫ്രൈ 6 പീസ്. റെഗുലർ അല്ലാതെ തന്തൂരി തന്തൂരി പൈസ, പിന്നെ ഒരു ചിക്കൻ ടാക്കോസ്, പിന്നെ ടോപ്പാണോ നോക്കണം. 2 ബ്ലൂ ലെഗൺ അല്ലേ? ഏതാ ബെറ്റർ? നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ്? എന്നാലും ബ്ലൂ ലെമനാണ് ബെറ്റർ അല്ലേ? ബ്ലൂ ലെമണും കൂടെ പോകുന്നു. ഓക്കെ, എന്നാൽ 2 ബ്ലൂ ലെഗൺ. ഓക്കെ അല്ലേ? അത്ര മതിയല്ലോ, വേറെ വേണം? വേറെ എന്തെങ്കിലും നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഒരു മെക്സിക്കാനോ എവറോ ഷോപ്പ് എത്ര മണിക്കുണ്ടാവും? അതെ, ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്, പക്ഷേ സ്വിഗ്ഗിയിൽ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളൂ. പിന്നെ നല്ല ഓഫേഴ്സാണ് നിങ്ങളുടെ എല്ലാം. ആലപ്പുഴ ഈ ഒരു ബ്രാഞ്ചേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഹരിപ്പാടുണ്ടല്ലേ? ഹരിപ്പാട് എവിടെ ഉണ്ടല്ലേ? അറിയാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കസ്റ്റമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്പാക്ട് തരാൻ പറ്റുക ഏതൊരു സ്ഥാപനത്തെ കുറിച്ചല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റിന്റെ ഒരു കസ്റ്റമറിന്റെ റിവ്യൂ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ സ്ഥലം തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്താണ്? അതാണ് ഞാൻ ഓക്കെയാണ് അല്ലെ? ഇവിടെ ഒരു ഇതാണല്ലോ, പ്രൊഫഷണൽ ആണോ ചിക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിനൊക്കെ മുമ്പേ പ്രവർത്തനം ആരംഭിച്ചാണ് KFC പോലെ തന്നെ ചിക്കിംഗ്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലാണ്. കാരണം അത്തരം ബ്രാൻഡ് വാല്യൂ ഇല്ലെങ്കിൽ പോലും അവർ ഒരുപാട് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്നത്തെ കാലത്തും പഴയ ഒരു ബ്രാൻഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതുപോലൊരു കസ്റ്റമർ റിവ്യൂ കിട്ടണമെങ്കിൽ അതുപോലുള്ള ക്വാളിറ്റി സാധനങ്ങൾ കൊടുത്തിട്ടാണ്. ഞാനിപ്പോൾ പൊക്കി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, കാരണം ഞാൻ ഇവിടുന്ന് ഒരുപാട് കഴിക്കാറുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പേഴ്സണലി ഐ ഹാവ് എ ഗുഡ് റിവ്യൂ അബൌട്ട് ചിക്കൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് വലിയൊരു സദ്യ കഴിക്കുന്ന പോലൊന്നുമല്ല. നമ്മൾ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഒരുപാട് ആക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇതാ കാണുന്നത് ചെറിയ ഇതുപോലുള്ള സ്നാക്സ്. അതെ, ഒരു വൈബ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ റിവ്യൂ ചെയ്ത് ഞാൻ കുളവാക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ടേസ്റ്റ് ബഡ്സും എങ്ങനെയാണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ റിവ്യൂ ചെയ്യുന്നത്. ഒഴിച്ച സോസ് പോരല്ലേ?
പൊളിയല്ലേ? അടിപൊളി സാധനം. പ്രത്യേകിച്ച് അകത്തിരിക്കുന്ന സാധനം കാണണ്ട. ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു കൊടുത്തേ. ഇതിന്റെ ഉള്ളിൽ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് മനസ്സിലാകത്തില്ല. ഇത് സംഭവം നമ്മുടെ ചെമ്മീനാണ്. അതെ. So the final piece of shrimp for ending. വേണ്ടല്ലോ അല്ലേ? നിമിഷ നേരം കൊണ്ടാണല്ലോ തീരുന്നത്. അത് അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇതൊക്കെ എങ്ങോട്ടേ പോയത് ആക്ച്വലി? ഇതെല്ലാം കൂടെ നമുക്ക് ഇത് നമുക്ക് ഷെയർ ചെയ്യാം. ഇത് താങ്കൾ തന്നെ അയച്ചോ. പിന്നെ നമുക്ക് ഷെയർ ചെയ്യുന്നെടുക്കാം. ആയിക്കോട്ടെ. മുറുക്കാൻ പോയി വെച്ചേക്കണ വെച്ച്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കമ്പാരിസൺ. ഉടനടിയാണ്. ഇത്ര സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം എന്താണ് ചിക്കൻ ടാക്കോസ്? ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ടാക്കോസ് ഞാൻ മറ്റ് പല സ്ഥലങ്ങളിലും കഴിച്ചു. പക്ഷേ ചിക്കനിൽ എനിക്ക് മറ്റുള്ള സ്ഥലത്ത് എനിക്കറിയില്ല. ബട്ട് ഇൻഫാക്ട് ആലപ്പിയിലെ ചിക്കൻ ടാക്കോസ് ഈസ് സംതിങ് സ്പെഷ്യൽ, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ആരും തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് നോട്ട് എഗ് വൈറ്റ്, ഇറ്റ്സ് ടെൻഡർ ചിക്കൻ. എല്ലാം ഞാൻ തന്നെ അടിക്കുന്നത്. അതെ, താങ്കളാണ് ഫ്രണ്ട് അടി വരുന്നത്. അതിൽ ആക്ച്വലി സോസ് അതല്ലേ മൊത്തം ആൾക്കാർ പറയും. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ട്. കമന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ വരും. നമുക്കത് വിഷയമുള്ള കാര്യമല്ലേ. സോസ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലേ? അതല്ലേ സോസല്ലേ അമ്മമാരെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു തീർച്ചയായിട്ടും അതിനൊരു സാധനം നോക്കണം. സോസ് ഒഴിച്ചിന്റെ നാച്ചുറൽ ടേസ്റ്റ് കളയില്ല. എനിക്ക് സോസ് ഇഷ്ടമല്ലാണ്ടല്ല കേട്ടോ. അവിടെ വീണ്ടും സോസ് കിടത്തി നോക്കട്ടോ. രണ്ട് രീതിയിൽ അതെ. നല്ല കോമ്പിനേഷൻ എന്ന് ഞാൻ പറയും. ഇതിന്റെ ഇന്ത്യൻ സ്വീറ്റ്നസ്, ഇതിന്റെ സെമി സ്വീറ്റ്നസ് അല്ല, ആക്ച്വലി സെമി സ്പൈസസ് രണ്ടും കൂടെ ചേർന്ന് ഒരു വൃത്തികെട്ട രീതിയിലായി. സോ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് എനി റെസ്റ്റോറൻറ്റ്. ഒരിക്കലും ഇത് ഒരുമിച്ച് കഴിക്കില്ല. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങിയ ശേഷം മാത്രമേ നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാവുള്ളൂ. ദാറ്റ്സ് മൈ അഡ്വൈസ്. ഓട്ടമേ, എന്ത് പറയുന്നു താങ്കളുടെ ഫൈനൽ സർപ്രൈസ്? ഈ പൊതിയാണ് കേട്ടോ ഏറ്റവും വലിയ വിഷയം. മുറുക്കാൻ പോയി വലിക്കുന്നത്. മുറുക്കാൻ പോയതല്ലേ, കഴിക്കാൻ പറ്റില്ല. ഇതാണ് സാധനം. ഏത് ഐറ്റം ആണെങ്കിൽ ഞാൻ ആക്ച്വലി മെക്സിക്കാനോ പിസ്സ ബർഗർ.
അതെ, ഗ്രിൽ ചിക്കൻ ആണോ? ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് അതിനകത്ത് ആരാണ് അതിനകത്ത് ഉള്ളതെന്നറിയാലോ. പക്ഷേ ഒട്ടിച്ച് വെച്ചൊക്കെ കേട്ടോ, ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അതെ, ഗ്രിൽ ചിക്കൻ വിത്ത് മൊസറല്ല ചീസാ കിടക്കും. മതി. അടി നോക്കി, ഈ സൈഡ് വേണമെന്ന് നോക്കി, എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു ശീലം വെച്ച് ആദ്യം കുറച്ച് കുടിച്ചിട്ടാണ് നമ്മൾ സാധാരണ തീർച്ചയായിട്ടും വന്ന വഴി മറക്കാൻ പാടില്ല. ത്രോട്ടെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. പുതിയ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ജ്യൂസി. എന്താണ് നോക്കിയിരിക്കുന്നത്? അല്ല, എനിക്കൊരു സംശയം ആക്ച്വലി. എന്താണ്? അപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു വരുന്നില്ല. എനിക്കിത് കണ്ടിട്ട് ആക്ച്വലി ഒരു നമ്മുടെ ശർക്കര വരട്ടിയില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചർ ആക്ച്വലി. ചിക്കൻ ഞാൻ തന്നെ ചീത്ത പറയും, അതിനൂതാ. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ചിപ്സിൻ്റെ കൂടെ തരുന്ന ഐറ്റം. അപ്പോൾ എന്തായാലും ഇതൊന്ന് പ്ലെയിൻ ആയിട്ട് ഞാൻ പിടിക്കും. ആ ഒരു ചിക്കൻ്റെ റിയൽ ഫ്ലേവറാണ്. അപ്പോൾ എടുത്തിട്ട് കമത്തുമല്ലേ? അല്ലേ ഉള്ളു. അതൊക്കെ വിത്തിൻ സെക്കൻഡ്സാണ് ഗോളുകൾ വരുന്നത്. ഗോളല്ല, കമ്പാരിസൺ വരുന്നത്. പാർട്ടി ഈസ് നോട്ട് ഓവർ. എങ്ങനെയാ ഇതിങ്ങനെ കൈക്കത്തിട്ട് കപ്പണ്ടി ഇങ്ങനെ കുറയ്ക്കുന്നവരെടുത്തിട്ട് ഒറ്റ ഇട്ടിട്ടാ പോരെ? നമ്മുടെ കാശ്, നമ്മുടെ വായ, നമ്മുടെ ടേബിള്. അത് നമ്മുടെ ഫ്രണ്ട് കമന്റ് ഇട്ടപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ആൾക്കാരെന്ത് വിചാരിക്കും നമ്മളടിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. നമ്മൾ വി ഷുഡ്ന്റ് ബി ബോതേർഡ് അബൌട്ട് അതേഴ്സ്. നമ്മളെ ഇഷ്ടമുള്ള പോലെ നമ്മൾ കഴിക്കാം. ഹു കെയർസ്? അത്രേ ഉള്ളൂ. ഓർഡർമാൻ എന്താണ്? സാധനം ബാക്കിയാണ്. അയ്യോ, ഈ കാശ് മുടക്കി മേടിച്ച സാധനമാണ്, കളയാൻ പാടുണ്ടോ? എന്ത് ചെയ്യാൻ പോണു? പൊതിക്കെടുക്കുന്ന പൊതിഞ്ഞെടുക്കുമല്ലോ, ഇതൊരു സ്ഥലത്ത് ചെല്ലുമ്പോ കാണിച്ചു തരാം എന്തിനാണെന്ന്. ഓ പിടിയിട്ടേ. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ? അതെ, ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചത്. The same thing goes here. Maximum usage അല്ലേ in everything. അപ്പൊ നമുക്ക് ചലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബില്ല് എത്തി കഴിഞ്ഞു. ഹായ് ബ്രോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബില്ല് എത്രയാണ് നമുക്ക് നോക്കാം. 874 രൂപ. ചെറിയ രീതിയിൽ എന്റെ വയറ് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വമാണ് അധികം കഴിക്കാറ്. കാരണം അപ്പോൾ നമ്മൾ എം ഡി ആണല്ലോ, MD TV ആണല്ലോ. സോ ചെറിയ ഓരോ ബിയറും കൂടെ അടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ കഥ ഈ ഒരു എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യും. സോ നമ്മുടെ വാഹനം എന്താ
മധ്യലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, മധ്യലോകത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. ദൈവമേ, പണിപ്പാളിയെ കണ്ടുപോയാ എന്തായാലും ബേസ്മെന്റ് ഇതിന്റെ അടിയിലൂടെ പൊളിച്ച് പോകത്തില്ല. അപശകരമാണല്ലേ. പണിയായ എന്തിയാടാ എമർജൻസി ചേട്ടോ? ചേട്ടാ സ്റ്റോപ്പ്, എമർജൻസി അനങ്ങുന്നവരില്ലല്ലോ. എന്താ അല്ലേ അവസ്ഥ? എന്ത് സമയത്താണ് വന്ന് കേറി? അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പോയി. ചേട്ടോ വയറ് നിറച്ച് ചിക്കൻ പരിപാടിയാണ്. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കല്ലേ? കളിപ്പിച്ചിട്ടുണ്ടല്ലേ? മത്തി ദൈവമാണ് തോന്നുന്നു. മത്തി ദൈവങ്ങളോട് കളിക്കല്ലേ, കളിയാൻ പഠിപ്പിക്കേ. ഈ മോളിൽ കൊണ്ടേ താഴോട്ട് അങ്ങനെ ഇട്ട് കളയുവോ? ആ പോകുന്നുണ്ട്. ദൈവമേ പേടിയാന്നിട്ടാ. മോളിൽ കൊണ്ടേ താഴോട്ട് അങ്ങനെ ഇടുവാണോ? ഏറ്റവും താഴത്തില്ലുമ്പോ മേപ്പൂടെ അടിയാ മതി. ഇത്ര നേരം കണ്ടേയുള്ളൂ. ഇതെല്ലാം തെറ്റാണല്ലോ കാണിക്കുന്നത്. പെട്ടെന്ന് അറിയിക്കേ വേഗം. താങ്ക് യു. സോ നമ്മളെ തിരിക്കുകയാണ്, നമ്മുടെ മധ്യലോകം നമ്മളെ തിരിക്കുകയാണ്. ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. അതെ, ഇതില്ലാതെ എന്ത് പരിപാടിയല്ലേ? യെസ്. ഫുഡ് അടിച്ചാറ് ഒരു മടിയല്ലേ? അതെ, നമ്മുടെ രീതി പറ്റത്തില്ലല്ലോ, കാരണം കഴിച്ച ഫുഡൊക്കെ ദഹിക്കുന്നു. പിന്നെ നല്ല കടലുണ്ട്. നമ്മളിതുപോലെ കടല ഇതിനു മുമ്പ് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. എപ്പോഴെന്നറിയാം? ഗുരുവായൂർ പോയില്ലേ, അവിടെ കടലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെലിബ്രേഷൻ, ഐ മീൻ ഓൾഡ് ടൂം കടിച്ചപ്പോൾ. പിന്നെ പരമ്പരാഗതമായ മിക്സറും നല്ല ഇവിടെ അടിപൊളി മിക്സർ അവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം, നമ്മുടെ വാട്ടർമാൻ നല്ല ഉഗ്രൻ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രങ്കൻ ജി വിൽ ബി ജോയിനിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പലരും ഇപ്പോൾ വീഡിയോ വേണ്ടി വരും, ഡ്രങ്കൻ എവിടെ, ഡ്രങ്കൻ എവിടെ. സോ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരവുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രങ്കൻ ജിയുടെ നിറ സാന്നിധ്യം ഉണ്ടാവും, അതെ, പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers you all. See you next.